ബാഴ്സലോണ വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് മാച്ച്. ഈ ഒരു മാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ്. ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗ് 4-0 എന്നുള്ളൊരു ബിഗ് സ്കോറോട് കൂടിയാണ് ബാഴ്സലോണ ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 സിംഹങ്ങൾക്ക് 11 മാൻകുട്ടികൾ ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥയായിരുന്നു ബാഴ്സലോണയുടെ ഇന്നത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 11 പേരും ബാഴ്സലോണ കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്കിംഗ് ആയിരുന്നു. ആകെ സോഫ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ബാൾഡേക്ക് മാത്രമാണ് 7 താഴെ റേറ്റിംഗ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും 7 മുകളിലാണ്. ആ ഒരു റേറ്റിംഗ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബാഴ്സലോണ എത്രത്തോളം അറ്റാക്കിംഗ് മോഡിലാണ്, അല്ലെങ്കിൽ ബാഴ്സലോണയുടെ എല്ലാ താരങ്ങളും എത്രത്തോളം ഫോമിലാണെന്നല്ലേ കളിച്ചത്. ആസ് എ ടീം ബാഴ്സലോണ എത്രത്തോളം എക്സലൻറ്റ് പെർഫോമൻസ് ആണ് പുറത്തെടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റേറ്റിംഗ് കണ്ടാൽ തന്നെ. സോ ഈ ഒരു മാച്ചിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ലമീൻ യമാലിൻ്റെ റൈറ്റ് വിങ്ങിലൂടെയുള്ള സ്കിൽഫുൾ ഡ്രിബ്ലിങ്ങോട് കൂടിയാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ റോബർട്ട് ലെവൻഡോസ്കിക്ക് ഒരു ഓപ്പൺ ചാൻസ് കൊടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നേരെ ഷോട്ടിനാണ് പോയത്. അത് ഗോളായി മാറിയതുമില്ല. സോ അങ്ങനെയാണ് ഇന്നത്തെ കളി സ്റ്റാർട്ട് ചെയ്തത്. അതോടുകൂടി കളി സ്റ്റാർട്ട് ചെയ്തു. കളി ബാഴ്സലോണ കംപ്ലീറ്റ് അറ്റാക്കിംഗ് മോഡിലോട്ട് മാറി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ലമീൻ യമാലിന് വീണ്ടും ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു ലമീൻ യമാലിൻ്റെ ഭാഗത്തു നിന്നും. പക്ഷെ അതൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ബാഴ്സലോണയ്ക്ക് ഒരു സെറ്റ് പീസ് കിട്ടി. ഫെർമിൻ ലോപ്പസ് ആണ് അതെടുത്തത്. സാധാരണ റാഫീനിയാണ് എടുക്കാറ്. ആ ഒരു സൈഡിലായതുകൊണ്ട്, റൈറ്റ് വിങ്ങിലായിരുന്നു, ആ ഒരു സൈഡിലായതുകൊണ്ട് ഫെർമിൻ ലോപ്പസ് ആണ് ആ ഒരു ഷോട്ട് എടുത്തത്. ഫെർമിൻ ലോപ്പസിൻ്റെ ആ ഒരു സെറ്റ് പീസിൽ നിന്നും കുബാർസി ഒരു ഹെഡ് ചെയ്തു. അത് നേരെ ഗോളിലോട്ട് പോകുമായിരുന്നു. ബട്ട് അത് റാഫീനി അവസാനം വെച്ച് ടച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ റാഫീനിയുടെ പേരിലാണ് വന്നത്. അത് കളി കഴിഞ്ഞ് അദ്ദേഹം കുബാർസിനോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. കുബാർസി ഇറ്റ്സ് ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അസിസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ടോക്ക് അങ്ങനെ തീർന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഗോൾ മാത്രമാണ് സ്കോർ ചെയ്തത്. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ റാഫീനിയുടെ അസിസ്റ്റിൽ നിന്നും റോബർട്ട് ലെവൻഡോസ്കി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു. അതായിരുന്നു 2-0 എന്നുള്ളൊരു സ്കോറിലോട്ട് മാറിയത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫെർമിൻ ലോപ്പസിൻ്റെ അസിസ്റ്റിൽ നിന്നും റോബർട്ട് ലെവൻഡോസ്കി വീണ്ടും സ്കോർ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബ്രേസ് കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹം ഇന്ന് ആകെ 2 ഗോളാണ് ഇട്ടത്. അങ്ങനെ ബ്രേസ് ആ ഒരു 2 ഗോളും അങ്ങനെ ആ ഒരു ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് റാഫീനിയുടെ അസിസ്റ്റിൽ നിന്നും ലമീൻ യമാൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളായിരുന്നു. അങ്ങനെ ബാഴ്സലോണ 4-0 എന്നുള്ള ആ ഒരു സ്കോർ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു സ്കോർ കംപ്ലീറ്റ് ചെയ്തു. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഭാഗത്തു നിന്നും അപ്പുറത്തെ സൈഡിൽ നിന്നും കുറച്ച് അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കളി അവസാനിക്കാൻ നേരത്തെ അവരൊരു ഗോൾ ഇട്ടു. ബട്ട് അത് ഓഫ് സൈഡ് ആയിട്ട് മാറി. അവർ പറ്റുന്ന പോലെ ട്രൈ ചെയ്തു. ബട്ട് ബാഴ്സലോണ ഇന്നലെ കംപ്ലീറ്റ് ഒരു എക്സലൻറ്റ് പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇത് ഫസ്റ്റ് ലെഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ലെഗും കൂടെ ഉണ്ട്. അത് തന്നെയായിരുന്നു ഹൻസി ഫ്ലിക്ക് കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ സെമിയിലോട്ട് കയറിയിട്ടില്ല. ഇനി ഒരു ജർമ്മനിയിൽ അല്ലെങ്കിൽ ഡോട്ട്മുണ്ടിൽ ഒരു കളിയും കൂടെ ബാക്കിയുണ്ട്. അത് കഴിയാതെ ഞങ്ങൾക്ക് സെമിയിലോട്ട് കയറാൻ പറ്റില്ല. ജർമ്മനി ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന ഒരു വേറെ ലോകമാണ്. അവിടെ ഞങ്ങൾ ഈ സെയിം പെർഫോമൻസ് തന്നെ അവിടെ പുറത്തെടുക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ. അത് ഹൻസി ഫ്ലിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാർട്ടർ ഫൈനൽ ബാഴ്സലോണ മറികടക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. നിങ്ങളുടെ നിഗമനം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്താൻ. എന്താണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളത്. പിന്നെ ഇന്നത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ആക്ച്വലി റോബർട്ട് ലെവൻഡോസ്കി ആണ്. പക്ഷേ സോഫ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കുക കഴിഞ്ഞാൽ 8.9 8 സംതിങ് എത്രയോ റാഫീനിയക്കാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം 1 ഗോളും 2 അസിസ്റ്റും ഇട്ടിട്ടുണ്ട്. റോബർട്ട് ലെവൻഡോസ്കി ആണെന്നുണ്ടെങ്കിൽ 2 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. യുഎഫ എന്തായാലും റോബർട്ട് ലെവൻഡോസ്കിക്കാണ് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. സോ താങ്ക് യു സോ മച്ച്.